ലെക്ചറർ രമേശൻ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും തയ്യാറാണ്. അതിനുവേണ്ടി നമ്മുടെ പുതിയ ചെയർമാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏട്ടാ, കോളേജ് പിള്ളേരാണ്, സൂക്ഷിച്ച് ഇടപെടണം. അത് മറ്റൊന്നുമല്ല, ഇടഞ്ഞ എടുത്തിട്ട് പെരുമാറും. അതുകൊണ്ട് ഇത്രയും ബലം പിടുത്തം വേണ്ട. ശ്വാസം കിട്ടും. ബലമൊക്കെ വിടാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതല്ല, യമ്മർ എന്തൊരു ഇംഗ്ലീഷിൽ ബോർഡുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ രമേശിനെതിരുള്ള മുദ്രാവാക്യങ്ങളാ. അല്ല, നമുക്കെതിരായിട്ട് വരാടേ. ഇപ്പൊ ലവൻ ലവളെ കയറി പിടിച്ച കാര്യം ഉറപ്പ്. എവിടെ ആയിരിക്കും പിടിച്ചത്? എനിക്ക് അതാണ് പിടിയിട്ടാത്തത്. അതെന്തായാലും പിടിച്ചവന് പിടികിട്ടി കാണും തന്നെ. പിന്നില്ലേ ഈ കോള എന്നൊക്കെ പറയണ അതാണ്. പിന്നല്ലാതെ. ഗുഡ് മോർണിംഗ് സാർ. കാച്ചിക്കോ. ഓ, സാറെന്താ ഇവിടെ തന്നെ നിന്നുകളഞ്ഞത്? ഓഫീസിലേക്ക് ഇരിക്കാം. എന്താ സാർ, എന്താ ഉണ്ടായത്? എന്റെ കനകാമ്പരം എവിടെ? ആരാ എന്റെ കുട്ടി? അങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അകത്ത് ഓഫീസ് മുറിയിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ. ആയി ശരി. അപ്പൊ ഈ പെണ്ണിന്റെ കുട്ടിയാണല്ലേ ലാ കുട്ടി? തള്ളേന് ഇത്രയും വലിയ മോളാ? മോളല്ല, അനീത്യ. ഈ കുട്ടികളുടെ കാര്യത്തിൽ രാജരത്നപിള്ള സാറിന് വേറൊരു സെന്റിമെന്റ്സ് കൂടെ ഉണ്ടായിരുന്നേ. പണ്ട് പിള്ള സാറിന്റെ വളർത്തുമകൻ മാണിക്യം ഇവരുടെ ആങ്ങളച്ചക്കനെ കളിക്കളത്തിലിട്ട് തല്ലിക്കൊന്നിട്ട് നാട് വിട്ടുപോയി എന്നാണ് കേട്ടുകേൾവി. വെറുതെ കരഞ്ഞാലോടിക്കണെന്തിന്? സാറേ, ആ മരുവൻ സാറെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. വിളിപ്പിക്കാൻ ഞാൻ നാടൊന്നും വിട്ട് പോയിട്ടില്ല. ആളെ കാണാനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താ മതി. തള്ളേ, അപ്പൊ സാറിന് അറിയാമല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്കിൻസ് ആണെന്ന്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത്താണ്. എന്തരാണ് സാറേ ഇത്? ഇങ്ങനെയാണോ പിള്ളാളെ പഠിപ്പിക്കണത്? What the bloody hell you mean? I know what to do. You mind your own business. Mr. Ramesh, you know what you did. But for now, just answer the questions when asked. As you may know that he is the chairman of this institution and has the rights and power to ask, so that makes it our business. And you bloody well don't forget that. അത്താണ് ദാറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതുകൊണ്ട് സാറേ, ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്കിപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന്റെ കച്ചവടം അങ്ങോട്ട് ഉറപ്പിക്കാം. ആയിരിക്കും കുറഞ്ഞൊന്നും വേണ്ട, കൂടിയൊന്നും വേണ്ട. ഒരു തെറ്റൊക്കെ അത് പോത്തിയാവായിരിക്കും പറ്റും. അതുകൊണ്ട് സാറ് നല്ല പച്ച മലയാളത്തിൽ ആ കുട്ടിയോട് ഒരു ചെറിയ മാപ്പ് അങ്ങോട്ട് പറഞ്ഞേക്ക്. ഇത്തിരി പോലും പോന്ന കുഞ്ഞല്ലേ. എന്റെ ജോലി പഠിപ്പിക്കില്ല. ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ട് മുട്ടും ചെയ്യുന്നൊക്കെ വരും. അതിന് മറ്റേ അർത്ഥം കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലിരിപ്പതായതുകൊണ്ടാണ്. അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാര് കേറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കാൻ രമേശത്തിന്റെ പാട്ടി വരും. കന്നന്തിരികള് കാണിച്ചിട്ട് പള്ളിക്കൂടം കാണാത്തതിനോട് നിയമം പറഞ്ഞു. നീ എന്തിനു പറഞ്ഞത്? മാപ്പ് പറയാൻ നിന്റെ പട്ടി വരുമെന്ന. എങ്കിൽ കൊണ്ടി വരേണ്ട പട്ടിയെ കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് മതി നിന്റെ വാത്തേരോണി. ഹെഡ് മാസ്റ്ററെ ഇവിടെ ഉണ്ട് സാർ. അവന്റെ കൂടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാണല്ലോ അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. ഇതാടതാണ് സാർ. അവൻ പട്ടിയെ കൊണ്ട് ഇനി അയച്ചിട്ട് വിലം പിടിച്ചോട്ടെ. പിന്നെ നടന്നത് പോരാത്തതിന്റെ കണ്ണീരായിരിക്കും അല്ലേടി? ഇല്ലായ്മ പറഞ്ഞ് കയറി വന്ന് അഡ്മിഷൻ വാങ്ങിച്ചപ്പോ അറിഞ്ഞില്ല നിന്റെ അനിയത്തി ഇത്രയും വളർന്ന കാര്യം. പണ്ട് ഇവിടുന്നുണ്ട് ചോറിനുള്ള നന്ദി ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണം. നല്ലത് പറഞ്ഞ് ഉപദേശിക്കാനാണെങ്കിൽ ചെന്ന് നിന്റെ ഭർത്താവിനെ ഉപദേശിക്ക്, നന്നായി നടക്കാൻ.
ഇവളുടെ അനിയത്തിയൊക്കെ ഈ മുറ്റത്ത് വളർന്ന മക്കളാ. ഇവരെ എനിക്ക് നന്നായി അറിയാം. മോളെ ചെല്ല്. അവളുടെ ഒരു മുതലക്കണ്ണീര്, അതിലേക്ക് അമ്മയുടെ ഒരു ആശ്വസിപ്പിക്കലും എല്ലാം ഒരു കൂട്ടാ. അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന്റെ ആണ്ട് തികയും മുമ്പ് ആ വന്നവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തറക്കല്ലിടാൻ പോവില്ലായിരുന്നല്ലോ. ഞാൻ പോയത് ആരെ സന്തോഷിപ്പിക്കാനല്ല, നിന്റെ അച്ഛന്റെ ആത്മാവിന് ഇത്തിരി ആശ്വാസം കൊടുക്കാനാ. വെറുതെ ഭ്രാന്ത് വിളിച്ച് പറയാനാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ എനിക്കിപ്പോ അത് കേൾക്കാൻ നേരമില്ല. നേരം ഉണ്ടാകണം, അല്ലെങ്കിൽ അധികം വൈകാതെ ഈ മകളുടെ ശവം കാണേണ്ടി വരും അമ്മയ്ക്ക്. ആ താന്തോന്നി വന്ന് ബാങ്കും കാറും ഒക്കെ അവന്റെ കാൽ ചോട്ടിലാക്കിയപ്പോ എനിക്ക് അടുക്കളക്കാരിയുടെ വിലയായി. അതിനിടയ്ക്ക് ഭർത്താവിന് തല്ലി പുറത്താക്കി ഈ നാണക്കേടും. ദേ, അമ്മ ഇത് കണ്ടോ? അച്ഛനുള്ളപ്പോ ആ ക്രെഡിറ്റിൽ വാങ്ങിയ ആഭരണങ്ങളാ. അക്കൗണ്ട് ഫ്രീസ് ആയപ്പോ പണം കൊടുക്കാൻ ഗതിയില്ലെങ്കിൽ വാങ്ങിയതുപോലെ തിരിച്ചേൽപ്പിക്കണമെന്നും പറഞ്ഞ് ജുവലറി ഉടമ വിളിച്ചോണ്ടിരിക്കോ. അങ്ങനെ ഒരു നാണക്കേട് കൂടി രാജരത്ന പിള്ളയുടെ മകൾക്ക് സഹിക്കേണ്ടി വന്നാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അന്യരുടെ കണ്ണീര് കാണാൻ ഇവിടെ ആളുണ്ട്, എന്റെ കണ്ണീര് കാണാൻ ആരുമില്ല. എന്താ നീ പറയണേ? ഞാനിപ്പോ എന്തു വേണോന്നാ? വാ അമ്മേ. അമ്മേ, ഞാൻ നേരത്തെ എത്തി അമ്മേ. 10-25 വർഷത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ഇന്നിവിടെ നടക്കാൻ പോകുന്നു അറിഞ്ഞപ്പോ സന്തോഷമായമ്മേ. പണ്ടെന്റെ അച്ഛൻ മറ്റാരും അറിയാതെ അമ്മയ്ക്ക് തന്നൊരു സമ്മാനം ആ വീടും പുരയിടവും, അതും ആ ഭരിക്കാൻ വന്നവന്റെ അധികാര പരിധിയിൽ പെടാത്തൊരു സ്വകാര്യ സ്വത്ത്. ഈ റാണിമോള് വന്ന് കരഞ്ഞപ്പോ അതങ്ങ് വിൽക്കാൻ തീരുമാനിച്ചല്ലേ. സന്തോഷമായമ്മേ. ഞാനിതങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. എന്റെ ഈ ഗതികെട്ട നേരത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ബ്രോക്കർ നാണപ്പന്റെ രൂപത്തിലാണമ്മേ. സന്തോഷമായമ്മേ. ഈ സന്തോഷം വീതിച്ചെടുക്കാനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയതെങ്കിൽ നേരം വൈകിക്കണ്ട, വണ്ടി വിട്ടോ. വണ്ടി വിടുന്ന നടക്കാൻ പോകുന്ന ഈ കച്ചവടത്തിന്റെ പാതിയും മേടിച്ച്, അതല്ലെങ്കിൽ വെറും കൈയോടെ വീട്ടിലേക്ക്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച്. ഒറ്റയ്ക്ക് വിഴുങ്ങാൻ വേണ്ടി ആക്രാന്തം കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി? ഒരു വരുത്തമെന്ന് ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് വിഴുങ്ങില്ലേ. ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട, വഷളാകുവേ. മതി. ഇനി ഇതിനെ ചൊല്ലി ഇവിടെ വെച്ച് രണ്ടാളും തർക്കിക്കണ്ട. നിന്നെ അറിയിക്കാതിരുന്നത് അമ്മയുടെ സ്വാർത്ഥതയാണെന്ന് കരുതുകയും വേണ്ട. കിട്ടുന്നത് രണ്ടാൾക്കും പങ്കിട്ടെടുക്കാം. മതി. സന്തോഷമായമ്മേ, സന്തോഷമായി. അമ്മ വന്നാട്ടെ. സർ, ഗുഡ് മോർണിംഗ്. ഇത് മുത്തുലക്ഷ്മി അമ്മ. ആ സ്ഥലം കച്ചവടം ചെയ്യാൻ. ഏത് സ്ഥലോട്? അല്ലേ, നീ ഇപ്പം വാത്യാരി പണിയൊക്കെ വിട്ട് ബ്രോക്കർ പണികളൊക്കെ തുടങ്ങി. ഇത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ അച്ഛൻ കൊടുത്ത പ്രോപ്പർട്ടിയാ. തള്ള പേപ്പട്ടിയാ? പ്രോപ്പർട്ടി, സ്ഥലം. ഓ തന്നെ. എന്നിട്ട് ഇതിൽ ഇടപെടണ്ടെന്നാ പറഞ്ഞത്. ചെല്ലക്കിളി, അതിനിപ്പോ ഇവിടെ ആരിടപെട്ട്? ഇത് എന്തൊരിത്? ഇത് എന്റെ തീരുമാനം. എന്റെ പേരിലുള്ള മണ്ണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്നു. അത് നിങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമല്ല. സാറേ, അതൊന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. നിങ്ങൾ പറയുന്നത് ശരി തന്നെ. പക്ഷെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ മുന്നാധാരത്തില് ഇതിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഈ വസ്തു എഴുതി തന്ന രാജരത്നപിള്ളയ്ക്ക് കൂടി അവകാശമുള്ളതായിട്ടാണ് കാണുന്നത്. എടുത്ത് കാണികടെ. ഇതാണ് ആ പ്രമാണത്തിന് സിറോക്സ്. ഈ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയതാണ് ഇപ്പോ സാറ് പറഞ്ഞ കാര്യം. എന്ന് കരുതി വിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ വാങ്ങുന്നവൻ അത് അനുഭവിക്കാൻ ഇത്തിരി പ്രയാസപ്പെടും. 25 വർഷത്തേക്ക് സകല സ്വത്ത് സമ്പാദനങ്ങളുടെയും പവർ ഓഫ് അറ്റോർണി ഈ നിൽക്കുന്ന ടിയാനിലായതുകൊണ്ട് ഈ ടിയാൻ സിവിൽ കോർട്ടിൽ ഒരു ഇൻജങ്ഷൻ സൂട്ട് ഫയൽ ചെയ്താ മിനിമം ഒരു 6-7 വർഷം എടുക്കും വാങ്ങിയവന്റെ കാര്യമൊന്ന് തീരുമാനമാകാൻ. അത്താണ് ഇഞ്ചക്ഷൻ. അപ്പൊ ഈ ഇഞ്ചക്ഷൻ ഇപ്പൊ തോളത്തെടുക്കണോ അതോ 6-7 വർഷം കഴിഞ്ഞ് ചന്തക്കെടുക്കണോ? വില ഇതാ ഒന്നിങ്ങ വന്നേ. എന്റെ നായിന്റെ മോനെ ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വില ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. പാവം. കണ്ട വേലായുധം വിട്ടുകെട്ട. ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് വിൽക്കണ അതാ വിടണ? പറയൂ. എന്തരായാലും കൂട്ടത്തോടെ ഇത്രയും ദൂരം വന്നതല്ലേ. വെറും കൈയോടെ പോണ മാനക്കേട് തന്നെ.
ആ പ്രണാമം ഇഞ്ഞട്. ഈ വസ്തു ഞാൻ പണയത്തിന് എടുത്തിരിക്കുന്നു. 10 15 കയ്യിൽ വെച്ചിരും. അട്ടത്തിലിരിക്കട്ടെ. അങ്ങനെ തന്നെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട രാജരത്നമുള്ള മക്കൾ കഴിയാൻ. പുള്ളി ചാടി കേട്ടാ. വന്ന് ഇങ്ങോട്ട്. എല്ലാരും കൂടെ ഒരുമിച്ച് ജായന്റെ സ്ഥിതിക്ക് ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പാടേ. എന്തേലും അവർക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം, എന്തേ ചില്ലിട്ട് വെക്കാം.